24 ന്യൂസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 24 ന്യൂസ് മലയാളം BJP ചാനലാണോ? 24 ന്യൂസ് പത്രം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കണ്ട് രേഖകൾ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് ഓൺ റിപ്പോർട്ട് ഇറക്കിയല്ലോ. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ വിലക്കെടുത്തെന്ന് പറയുന്നത്. ഒരു പേപ്പറും വായിക്കൂല, വെറുതെ ഇങ്ങനെ മുടിയും വെട്ടി ഷേവും ചെയ്തിട്ട് നടക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്ന് BJPയുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അവരുടെ മിഷനായിട്ട് അവരെടുത്തതിന് ശേഷം പോയതിനു ശേഷം അവരുടെ റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കേസിന് രാഹുൽ ഗാന്ധി പോകാത്തത് അതുകൊണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി ജനലക്ഷങ്ങൾ പടമെടുത്തത് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പോലൊരു മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ത്യയിലെ കോടതികൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രീ ഹാക്കത്തോൺ. ഞങ്ങൾ പോളിംഗ് ബൂത്തുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് ഇത് ഹാക്ക് ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഇത് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞ് നാളിതുവരെ അവിടെ ഒരു എഞ്ചിനീയറെ കൊണ്ടുപോയിട്ട് ഇത് ഹാക്ക് ചെയ്തിട്ടില്ല. എന്താ പറ്റാത്തേ സാറേ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എത്രയോ വിവരമില്ലാതെ പറയരുത്, വിവരമില്ലാതെ പറയരുത്. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? ആ സാങ്കേതിക വിദ്യ എവിടെ വന്നേ? ഒരെണ്ണം തെളിച്ചോ? ആരോപണം വന്നതല്ലാതെ ഒരെണ്ണം തെളിച്ചോ? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ട സാഹചര്യം എവിടെയൊക്കെ വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ട സാഹചര്യം സാധനത്തിനുണ്ട്. ടെക്നിക്കൽ എറർ പറയുന്നുള്ളൂ. ഈ ടെക്നിക്കൽ എറർ ഉള്ള സാധനമാണോ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇത്രയും വലിയ 150 കോടി ജനാധിപത്യ ഏറ്റവും വലുതെന്ന് പറയുന്ന ഈ രാജ്യത്ത് അതാണോ ഉപയോഗിക്കേണ്ടത്? നിങ്ങളുടെ വോട്ട് മാറുന്നതല്ല സാറേ, ചുമ്മാ വിഡ്ഢിത്തം പറയരുത്. ടെക്നിക്കൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച തുടങ്ങി ഇതുവരെയും നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിവരക്കേടാണ്. ശ്രീതേട്ടൻ പറഞ്ഞത് എറർ ഉണ്ട്. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീൻ മാറ്റി സാറേ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. അതുകൊണ്ട് മാത്രമാണോ അങ്ങനെ എത്രയോ മെഷീൻ മാറ്റി? ഒരു കേസ് പറയോ? ഒരു സക്സസ്ഫുൾ കേസ്, ചിഹ്നം മാറിപ്പോയത് കൊണ്ടായ ഒരൊറ്റ സക്സസ്ഫുൾ കേസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന പറയാം ഒരെണ്ണം. അല്ല, അത് പിന്നെ നന്നായിട്ട് അറിയായിരുന്നു ഈ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഈ ഫ്ലോറിൽ വെച്ചിട്ട്. തീർച്ചയായും ഒരു കേസ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയിക്കൊള്ളാം. പക്ഷേ പിന്നെ സാറേ, ഒരു മെഷീനിന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ മെഷീൻ മാറ്റും. അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയെന്നല്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ സാധനം ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയും ഒരാൾ വന്ന് ഇത് ഹാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പൊളിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫോൺ കൊണ്ടുവന്നിട്ട് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അതാ. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ വാങ്ങിയതിനു ശേഷം നിങ്ങൾ അതിനെ ഹാക്ക് ചെയ്ത് കാണിക്കുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് എടുത്തിട്ട് നിങ്ങൾ ഈ ആളെ കൊണ്ട് അവിടെ പോകാത്ത? എന്താ അതിന്റെ ന്യായം പറഞ്ഞാൽ മതി. ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ VVPAT കൊടുത്ത ഒരു VVPAT എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, VVPAT അല്ല, നമ്മുടെ എന്താ എന്റെ ചങ്ങാതി VVPAT നിങ്ങൾ മറ്റേ വോട്ടിംഗ് മെഷീനെ വരുന്ന സാധനമാണ് VVPAT. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ്. അതാണ് VVPAT. ആ VVPATന്റെ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ആ VVPATൽ ആ വോട്ട് ചെയ്ത VVPAT ഒരാൾക്കും കൊടുക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്താണ് ആ കൊടുത്തിരിക്കുന്ന സംഗതി? എന്താ അപ്പം എന്താ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്? വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടർ കാർഡും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചെയ്തതിന്റെ അങ്ങനെയാണല്ലോ ഇതിന്റെ 1.25 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് തെളിയിച്ചു. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. VVPAT നോക്കാന്ന് പറഞ്ഞാൽ BJPയുടെ ആണെങ്കിൽ താമര ചിഹ്നം വരും, കോൺഗ്രസിന്റെ ആണെങ്കിൽ കൈപ്പത്തി വരും. ഈ കണക്കെടുക്കും. ഈ കണക്കും മെഷീന്റെ കണക്കും കൂടെ തമ്മി നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച് ഉണ്ടോ നോക്കും. നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. അപ്പോ ഈ കർണാടകയിൽ ഈ 1.25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം വന്നത്
ഏത് 1.25 വോട്ടിന്റെ വ്യത്യാസം? രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന രീതിയിൽ അവതരിപ്പിച്ച അത് പിന്നെ എന്താണ് എന്നാണ് ഞാൻ അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ തെറ്റാണെന്നാണ് പറയുന്നത്. ആ എന്നിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും? രാഹുൽ ഗാന്ധിക്കെതിരെ അവർ നിയമ നടപടികൾ അവർക്ക് എടുക്കാം. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുക്കാത്ത? നിങ്ങൾക്ക് നിയമം എന്താ? രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു നിലവിൽ കേസ് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ കൊടുത്തിട്ടില്ല. 0 ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത കേസുകളുടെ എണ്ണം 0. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത ഇല്ല. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമില്ല. വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. പിന്നെ നാണക്കെടുത്തി. ഇന്ത്യ പോലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വലിയൊരു കളവ് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിട്ട് അതിനെതിരെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരികെ പത്രസമ്മേളനവും അവര് റെക്കോർഡും ഇറക്കി. ആ റെക്കോർഡ് ഇറക്കിയിരിക്കുന്നതിനകത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് പോയിരിക്കുന്ന കാര്യങ്ങളില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു കാര്യത്തിലെങ്കിലും രാഹുൽ ഗാന്ധി രണ്ടാമതൊരു പത്രസമ്മേളനം നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയുള്ള ഇന്ത്യൻ എക്സ്പ്രസും ഇവിടെയുള്ള NDTVയും ഇവിടെയുള്ള 24 ന്യൂസും എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. പറഞ്ഞതിന് ശേഷം അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ വിശദീകരിക്കാത്ത? കർണാടക മഹാരാഷ്ട്രയ്ക്ക് ഫോളോ അപ്പ് ഇല്ല, ബീഹാറിന് ഫോളോ അപ്പ് ഇല്ല. ഈ 2 കാര്യങ്ങളും തെറ്റാണ് എന്ന് വന്നിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്നില്ല. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുവം കേറ് ഒരു പണ്ടാറ. ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. ആണല്ലോ. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്തെ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർഷ്യാലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, പാർഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കണ്ടേ? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നമുക്ക് കൺമുന്നിൽ കാണുകയല്ലേ. ഒരെണ്ണം പറയും. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ വക്രീകരിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ ഇവിടെ കേസെടുത്തിരിക്കുമല്ലോ? എനിക്ക് തോന്നുന്നു മാപ്പ് പറയിപ്പിച്ചില്ലേ? മാപ്പ് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാപ്പ് പറയണമെന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അല്ല, എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? ആ കാര്യത്തിനെ പറ്റി നിങ്ങൾക്കൊന്നാമത് ധാരണയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ പറയുന്നത് BJPക്ക് നോട്ടീസ് അയച്ചില്ല എന്നാണ്. നോട്ടീസ് അയച്ചു. എത്ര ആൾ കഴിഞ്ഞ് എത്രത്തോളം വിവാദമായതിനു ശേഷം പരാതി അവർക്ക് ചെല്ലുന്ന സമയത്താണ് എന്റെ ചേട്ടാ ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്ന് 10, 15, 2, 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നോട്ടീസ് അയച്ചെന്ന് ഞാൻ പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആണെങ്കിലോ നിമിഷ നേരം കൊണ്ട് നോട്ടീസ് 3 സെക്കൻഡോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. 2 ദിവസം കൊണ്ട് ചെയ്യുന്നതും 25 ദിവസം കൊണ്ട് ചെയ്യുന്നതും വ്യത്യാസമില്ല. എന്റെ ചേട്ടാ, നിങ്ങൾ കണക്കെടുത്ത് വെക്കുന്നേ. അതിനെയാണ് പറയുന്നത് ഒരിടത്ത് അസംഷന് മറുപടി ഇല്ല. നിങ്ങൾക്ക് അറിയത്തില്ല കോൺഗ്രസിന് അയച്ചത് എപ്പോഴാണെന്നും BJPക്ക് അയച്ചത് എത്രയാണെന്നും നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. നിങ്ങൾ എന്തിനു വെറുതെ തർക്കിക്കുന്നത്? പക്ഷേ ദിവസങ്ങൾ നടക്കൂല ഷാഹുലെ. നിങ്ങളെക്കാൾ കില്ലാടിയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുന്നിൽ ചോദ്യം ചോദിച്ചിട്ട് ചാടി പോകുമ്പോ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മറുപടി പറയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഷാഹുലിന് മറുപടി ഇല്ല. മോദി കണ്ടോ? നിങ്ങൾ BS-നെ വിട്ടു, നിങ്ങൾ മോദിയിലേക്ക് വന്നു. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞില്ല. വർഗീയവാദി ആ ചോദ്യം എന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് നമ്മൾ അംഗീകരിച്ച ഒരു വിഷയത്തിൽ ഞാൻ ഓടല്ലേ പ്രധാനമന്ത്രി വർഗീയവാദി. ഷാഹുലെ, നിങ്ങൾ പലരെയും നിങ്ങൾ കൊണ്ടുവന്ന് പോഡ്കാസ്റ്റിൽ ഇരുത്തി കാണും. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അങ്ങനത്തെ ആളല്ല ഞാൻ. ഞാൻ അവിടെ പിടിച്ചിരുത്തി നിങ്ങളുടെ വാൽ അവിടെ ചവിട്ടി വെച്ചിട്ട് നിങ്ങളെ അവിടെ ഇരുത്തി പറഞ്ഞിട്ടേ ഞാൻ പോകും. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഞാൻ ആദ്യം മുതലേ ഒന്നാമത്തെ ചോദ്യം മുതൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് കണ്ട വഴി പായരുത്. അവിടെ നിൽക്കൂ. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? മറുപടി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിന്റെ കമന്റ് വരുമ്പോ കണ്ടോ?
കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ പിൻവശവും മുൻവശവും ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കായിട്ടും. അതല്ല എങ്കിൽ എനിക്കൊരു 4ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയേണ്ടി വരും. അതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എന്റെ സമയവും നിങ്ങളുടെ സമയവും വേസ്റ്റ് ആണ്. ഇത് കാണുന്നവരുടെ സമയം ലോക വേസ്റ്റ് ആവും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റേ. Sending you money for more